അവന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിന്റെ അതിശയങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 91 സങ്കീർത്തനം എന്റെ 13 വാക്യം. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ച് കളയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. ഈ 2025 ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ള ദൂതാണ് കഴിഞ്ഞ ദിവസവും ഈ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ശത്രുവിനെ ചവിട്ടും, ശത്രുവിനെ നീ മെതിച്ചു കളയും. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവിക ആരാധനയ്ക്കും ദൈവവചനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും പരിശുദ്ധാത്മാവിനും വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ തലയെ ദൈവമക്കൾ അല്ലേലൂയ ചവിട്ടിക്കളയും. അവർ ആ ശത്രുവിന്റെ തലയെ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവമക്കളുടെ ദൈവദാസ്യദാസന്മാർ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയില്ല കേട്ടോ. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ പോരാടാൻ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവജനത്തിനും ദൈവമക്കൾക്കും നേരെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാനുള്ള ഒരധികാരമാണ് ഈ 2025 ദൈവം നിനക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. പ്രഭാതത്തിൽ ശക്തമായ ദൈവിക ഇടപെടലുകളും ചില ദൂതുകളും കർത്താവ് നിനക്ക് നൽകുമ്പോൾ ചില അധികാരങ്ങൾ കൈമാറുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ഈ വചനം ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഈ വചനം തന്നെ ശുശ്രൂഷിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ വിടുവിക്കപ്പെടാനുണ്ട്, ചിലരൊക്കെ തകരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാവീദ് സിംഹത്തെ അടിച്ചുകൊന്നു, സിംഹത്തിന്റെ വായെ കീറിക്കളഞ്ഞു, ദാനിയേലിനെ സിംഹം ഛേദിക്കാത്ത വിധത്തിൽ എന്റെ വായെ ദൂതന്മാർ അടച്ചു കളഞ്ഞു. സിംഹത്തിന്മേലും മണലിന്മേലും ചവിട്ടുള്ള അധികാരം ദൈവം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും മെതിച്ചു കളയുവാൻ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ് നീ അത് ചെയ്യണമെന്ന്. ഞാൻ ഈ ഭാഗം കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണ്, നിങ്ങളെ വീണ്ടും ഓർപ്പിച്ചത്. ഇവിടെ പറഞ്ഞത് സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന് പറഞ്ഞത് മാനുഷികമായ വാക്കുകളിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ഇവിടുത്തെ അധികാരികളെ, രാജ്യത്തെ പ്രദാനം ചെയ്യുന്ന ഭരണ സംവിധാനങ്ങളല്ല, ആരുടെയും ബുദ്ധി കുതിച്ചു വന്ന ചിന്തകളല്ല, ദൈവാത്മാവ് പറയുന്ന ദൂതുകളാണ്. പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളായി ദൈവത്തെയും ദൈവനാമത്തെയും ദൈവത്തിന്റെ വചനത്തെയും പ്രമാണത്തെയും ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അതല്ല ഈ 2025 തകരും. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. നമുക്കറിയാം, നാം ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല, ഒരു ശത്രു സൈന്യത്തിന് നിന്നോട് അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം തന്റെ ദൂതന്മാരെ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി നിന്നെ സംരക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ ഈ വചനം പഠിക്കും, ദൈവനാമത്തെ വിരോധമായി എഴുന്നേൽക്കുന്ന അനവധി ദുരുപദേഷ്ടകന്മാർ, അത് ദൈവസഭയുടെ ശത്രുക്കളാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വീണ്ടും ജനിച്ചു, വന്നു, പോയി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വ്യാജ സുവിശേഷം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചാലക്കുടി അപ്പുറത്ത് ഏതോ ഒരു സഭയുണ്ടെന്നാ പറയുന്നേ. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും എംബററി ഇമ്മാനുവേലായിട്ട് വന്നു പോയെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. അവർക്കെതിരെ സംസാരിച്ചാൽ, അവരെ കുറിച്ച് പറഞ്ഞാൽ പെണ്ണുകേസിൽ പ്രതിയാക്കും, കള്ളക്കേസിൽ പ്രതിയാക്കും, ഗുണ്ടാ സംഘങ്ങൾ വന്ന് അവരെ അടിച്ചു തകർക്കും. അതുകൊണ്ട് അതിനകത്തും പുറത്തു വരുവാൻ കഴിയാതെ നിൽക്കുന്ന അനവധി ആളുകൾ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും ലോകരാജ്യം കുടുങ്ങിക്കിടക്കണ്ട. അതിൽ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ടു. സഹോദരൻ, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. അല്ലെങ്കിൽ സിംഹത്തെയും അണലിയെയും പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും നിനക്ക് മെതിക്കുവാൻ ദൈവ അധികാരം, നീ അതിൽ പുറത്തു വരും. അപ്പം ദുരുപദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്.
അനവധി ദുരുപദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അനവധി ന്യൂ ജനറേഷൻ പ്രവർത്തകർ, സഭകൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പേരിൽ പണമുണ്ടാക്കുന്ന അനവധി ശത്രു സൈനികൾ, ഉപദേശങ്ങൾ, അതിനെയെല്ലാം ദൈവം ഈ വർഷം തകർക്കും. പ്രൈസറോ. സ്വയം ദൈവമായിട്ട് മാറിയവരെ സ്വയം ദൈവമാണെന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾ വളരുകയാണ്. സാത്താനി ആരാധന പെരുകിക്കൊണ്ടിരിക്കുക. ഏത് ദൈവമക്കളെയും തകർത്ത് കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ, അതെല്ലാം ദൈവസഭയുടെ ശത്രുക്കളാണ്. കർത്താവ് പറയുന്ന നീ അതിനെ ചവിട്ടി മെതിച്ച് കളയുന്ന. ഹല്ലേലൂയ. പാടത്ത് പണിയെടുത്ത് വിളവുണ്ടാക്കി കൊയ്തെടുക്കുന്ന കറ്റ മെതിക്കുന്നത് പോലെ ചിലതിനെയൊക്കെ നീ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളായി ദൈവദാസന്മാർ, ദൈവമക്കൾ ആത്മാവിൽ എഴുതിയ പാട്ടുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസന്മാർ ആത്മാവിൽ ദൈവം കൊടുത്ത വചനത്തിനനുസൃതമായി വചനത്തിലൂടെ എഴുതി തന്ന അതിമനോഹരമായ പാട്ടുകൾ ദൈവമക്കൾ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന, അഭിഷേകം ഇറങ്ങുന്ന, വിടുതലുകൾ നടക്കുന്ന നല്ല മനോഹരമായ ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനത്താൽ എഴുതപ്പെട്ട പാട്ടുകൾ ചില പുരോഹിതന്മാർ അതിന്റെ കോമഡികൾ ഉണ്ടാക്കിയിട്ട്, ചില കോമഡി സീരിയൽക്കകത്തുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോമഡി പാട്ടുകൾ ഉണ്ടാക്കി പാടി ദൈവജനത്തെയും ദൈവമക്കളെയും തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. അതുകൊണ്ട് നീ അധികം നാളെ പണം ഉണ്ടാക്കത്തില്ല. ദൈവനാമത്തെയും ദൈവസഭയും ദുഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ആത്മാവിൽ എഴുതിയ പാട്ടുകൾ നീ വ്യാജമാക്കി മാറ്റി അതിന്റെ കോമഡി ഉണ്ടാക്കി പാടി നീ പണം ഉണ്ടാക്കുന്നെങ്കിൽ നിന്റെ ആദരങ്ങളിൽ ചോറ് പിടിപ്പിക്കും ദൈവം. ഹല്ലേലൂയ. നിന്റെ അനക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്റെ ചുണ്ടുകൾ മേൽ ചൊറു പിടിപ്പിക്കും. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും. ചിലരെയൊക്കെ ദൈവം ഭൂമുഖത്ത് തന്നെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ശത്രു തകരുവെന്നേ. ഈ ശത്രു എന്ന് പറഞ്ഞാൽ തലയില്ലാത്തവനാ, പരാജയപ്പെട്ടവനാ, പല്ലില്ലാത്തവനാ, എല്ലില്ലാത്തവനാണ്. അവൻ വ്യാജങ്ങൾ പ്രചരിപ്പിച്ച് നിന്നെ തകർക്കുവാൻ ശ്രമിക്കും. പക്ഷേ നീ തിരിച്ചറിയണം, നീ കർത്താവിന്റെ രക്തത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ. നീ പ്രാർത്ഥിച്ചു തുടങ്ങും. നിനക്കും നിന്റെ തലമുറയ്ക്ക് നേരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം നീക്കിത്തരും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനേക വ്യാജങ്ങൾ, ഹല്ലേലൂയ, വ്യാജ ശക്തികൾ, വ്യാജ ഉപദേശകന്മാർ, ദൈവം നൽകിയ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരിൽ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞ് അവർ അന്യഭാഷയിൽ സംസാരിച്ച ദൈവം കൊടുത്ത അന്യഭാഷയെ ദുഷിക്കുന്ന അനവധി ആളുകളുണ്ട്. ഫിസ്തലകൾ 4:30 പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന സിംഹവും അണലിയും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും പോലെയുള്ള വ്യാജ ശക്തികളെ നീ ചവിട്ടി മെതിക്കും. ഹല്ലേലൂയ. നിന്റെ ആരാധനയ്ക്കെതിരെ ചോദ്യത്തിന് ഉയരുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ തളരണ്ട കേട്ടോ. ദൈവം നിന്നെ അഭിഷേകം ചെയ്ത ഭൂമി നിർത്തിയിരിക്കുന്നേ. ദൈവം അഭിഷേകം ചെയ്ത് കർത്താവായ യേശുക്രിസ്തു നിന്നെ അഭിഷേകം ചെയ്ത് ഈ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ ആ അഭിഷേകത്തിന്മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഇവിടെ ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കാൾ വലിയൊരു ശക്തി ഈ ഭൂമിയിലില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കൾ അഭിഷേകത്തെ ആരാധിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അധികാരത്തിന്റെ വാക്കുകൾ പലർക്കും വിടുതലും സൗഖ്യമായി മാറുന്നത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല പൈശാചിക ഉപദേശങ്ങളെ ദുരുപദേശന്മാരി യേശുക്രിസ്തു ദൈവമല്ലെന്ന് വാദിക്കുന്ന അനവധി സംഘടനകൾ, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്ത, അന്യഭാഷയെ അംഗീകരിക്കാത്ത, രോഗശാന്തി അംഗീകരിക്കാത്ത, വ്യാജ ഉപദേശം പറഞ്ഞ് നടക്കുന്ന അനവധി കൾട്ട് സംഘടനകൾ, ഹല്ലേലൂയ, അതിനെയൊക്കെ അഭിഷേകമുള്ള ദൈവമക്കൾ മെതിച്ചു കളയും. പ്രൈസലോ. ഇനി സമയം അധികം ഇല്ലെന്നേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ നാമത്തിന് വിരോധമായി എഴുതിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളെ ഒക്കെ ദൈവം താളെ തകർക്കും. ദൈവസഭയും ദൈവമക്കളെയും തകർക്കാൻ എഴുതിക്കുന്ന തീവ്രവാദ സംഘടനകൾ, ഭീകര സംഘടനകൾ, വർഗീയവാദികൾ, അതെല്ലാം അണലി വിഷം ചീറ്റുന്നത് പോലെ
സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ബാലസിംഹത്തെ പോലെ പെരുമ്പാമ്പ് ഇരപിടിക്കാൻ കിടക്കുന്ന പോലെ ചിലതൊക്കെ കിടപ്പുണ്ട്. അല്ലേരിയ കർത്താവ് നീ എൻ്റെ തല തകർക്കുമെന്ന, നീ എന്നെ മെതിച്ച് കളയുമെന്ന. പ്രൈസറോ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ കുടുംബത്തെ, നിന്റെ ആത്മീയ ആരാധന, ആത്മീയ ജീവിതത്തെ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് കളയുന്ന, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന വിമർശനവുമായി കടന്നു വരുന്ന എല്ലാ മണ്ഡലങ്ങളെയും ദൈവം തകർക്കാൻ പോവുക. ദൈവമക്കളെ, ദൈവദാസന്മാരെ അപമാനിക്കുന്ന വിധത്തിൽ ഈ ദിവസങ്ങളിൽ വീഡിയോകളിലൂടെ, വിവിധ മാധ്യമങ്ങൾ കൂടി ദൈവസഭ അപരാധത്തിലേക്ക്, അപമാനത്തിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവസഭയുടെ മേൽ അപരാധം പറഞ്ഞുണ്ടാക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളിൽ ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം ഈ ദിവസങ്ങൾ തൊടാൻ പോവുകയാണ്. നീ അധികം കാലങ്ങൾ ദൈവത്തെയും ദൈവനാമത്തെയും ദുഷിക്കത്തില്ല. നിന്റെ തന്ത്രങ്ങളെയും ദൈവം തകർക്കും. അല്ലേരിയ എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നേരെ വ്യാപരിക്കുന്ന, പ്രതിയോഗിയായിരിക്കുന്ന അലറുന്ന സിംഹം എന്ന പോലെ ഇവൻ അലറുക മാത്രമുള്ള സിംഹമല്ല. അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങളെ ദൈവം നീക്കും. രക്തം ചെയ്യും. ഒരു ദേശത്ത് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം തന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പരമാധികാരം നിനക്കാം. ദൈവമക്കൾക്കുള്ള അധികാരത്തോളം വലിയ അധികാരം ഈ ഭൂമിയിൽ ആർക്കും ഇല്ല കേട്ടോ. അല്ലേരി, കാരണം ഇത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം സിംഹത്തെയും മണലിയെയും പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും മെതിച്ചു കളയതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ രക്തം ചീന്തി ആണികളാൽ തറച്ച തന്റെ പാദങ്ങൾ കൊണ്ട് സാത്താന്റെ തലയെ മെതിച്ചു കളഞ്ഞു. മല്ലേരിയ മെതിച്ചു കളഞ്ഞതേ, തകർത്തന്നേ. അതിന്റെ തല തകർന്നതാ. അതാ ഇന്ന് ഇഴഞ്ഞും പുളഞ്ഞും വളഞ്ഞും പുളഞ്ഞും ഒക്കെ ആയിട്ട് നടക്കുന്നതിന്റെ കാരണം. തല തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? തല തകർന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല പ്രിയരെ. അല്ലേരിയ. അതുകൊണ്ട് ദൈവനാമം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമം എന്താണ്? സകല നാമത്തിനും മേലായ നാമമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചികമായ മണ്ഡലങ്ങളെയും അല്ലേരിയ തകർന്നു പോയിട്ടുണ്ട്. തകർക്കാൻ ശ്രമിച്ച രാജ്യങ്ങൾ പോലും തകർന്നു പോയിട്ടുണ്ട്. ദൈവത്തെയും ദൈവനാമത്തെയും ദുഷിക്കുവാൻ, ദൈവത്തെയും ദൈവനത്തെയും തകർക്കുവാൻ അവരുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കി, വ്യാജം പറഞ്ഞുണ്ടാക്കി, കള്ള കേസുകൾ ഉണ്ടാക്കി അവരെ കൽത്തുറങ്കിൽ അടച്ച ഭരണ സംവിധാനങ്ങൾ തകർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യങ്ങൾ തകരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലേരിയ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കുവാൻ, ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളായി, കഴിഞ്ഞ 2024 വർഷമായി അവർക്കെതിരെ എഴുന്നേറ്റ് വന്ന സകല വ്യാജ ശക്തികളെയും, അല്ലേരിയ, ആടലി വിഷം ചീറ്റുന്നത് പോലെ ഇസ്രായേലിനെതിരെ വിഷം ചീറ്റിയ അനവധി ആളുകൾ, സിംഹത്തെ പോലെ ഗർജിച്ചവർ, ബാലസിംഹത്തെ പോലെ ഇര തേടി വന്നത്, അല്ലേരിയ, പെരുമ്പാമ്പിനെ പോലെ പെരുമ്പാമ്പ് ഞെരുക്കുന്ന പോലെ ഞെരുക്കിക്കളയാൻ വന്ന പലരും, പെരുമ്പാമ്പ് വിഴുങ്ങുന്നത് പോലെ ചിലരൊക്കെ വിഴുങ്ങാൻ വന്ന, ഇസ്രായേൽ ജനത്തെ വിഴുങ്ങാൻ വന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും തകർന്നുപോയി. നിങ്ങളിൽ ഒരു ലോകത്തന്നെ ജീവിക്കുന്നത്. നിങ്ങൾ ലോകപ്പുറം നോക്കിയാൽ മതി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തെ തകർക്കാൻ, എന്നെ കേൾക്കുന്ന സഹോദര ശ്രോതാവേ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശത്രു എത്ര നാള് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പിലാണ് ശത്രുക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം. നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുക. ലേരിയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ശത്രുക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ 23-ാം സംഗീതത്തിൽ വായിക്കുന്നത്. പ്രൈസറോ. അപ്പം ദൈവം നിനക്ക് ആശ്വാസമാണ്, ദൈവം നിനക്ക് സഹായമാണ്. ദൈവം നിന്റെ കൂടാരത്തോട്, നിന്റെ ഭവനത്തോട്, നിന്റെ ജീവിതമാകുന്ന ശരീരമാകുന്ന കൂടാരത്തോട് ചേർന്ന് വസിക്കുന്നത് കൊണ്ട് നിന്നെ ഉടയ്ക്കുവാൻ, തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ശത്രുവിനെ നീ ചവിട്ടും, ശത്രുവിന്റെ തലയെ നീ മെതിച്ചു കളയും. എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രൂശിൽ വെച്ച് തന്നെ സാത്താന്റെ തലയെ തകർത്ത് കളഞ്ഞു. സാത്താന്റെ തല മരണത്തിന് തക്കതായ മുറിവുകളേറ്റതാണ്. സാത്താന്റെ തല മരണത്തിന് തക്കതായ മുറിവുകളേറ്റതയാണ്. അവൻ പലരെയും മുറിപ്പെടുത്തും. പ്രൈസറോ. തല ചതഞ്ഞു എന്ന് പറയുമ്പോൾ മുറിവേറ്റ തലയാണല്ലോ.
ആ മുറിവേറ്റ തല മറ്റുള്ളവരെ മുറിക്കാൻ, വേദനിപ്പിക്കാൻ പിശാച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും, തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ നടുവിൽ നീ പതറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം നിറഞ്ഞ, യേശു സ്നേഹിച്ച ഹല്ലേലൂയ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ നമുക്ക് ചില ഉപദേശങ്ങൾ തന്നത്. സ്തോത്രം. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ? ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം, ഹല്ലേലൂയ സ്തോത്രം, 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഞാൻ ഒരിക്കലും പറയട്ടെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അല്ലെ, അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെയാ? ലോകത്തിലുള്ളവരെ, സാത്താന്യ ശക്തികളെ ജയിച്ചുമിരിക്കുന്നു. എന്നിട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ലോകത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവമക്കൾ, അവരുടെ ഉള്ളിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയൊരു ശക്തിയാണുള്ളത്. ദൈവത്തിന്റെ ആത്മാവാണുള്ളത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണുള്ളത്. അവനെ ആത്മാവിൽ നിറച്ചിരിക്കുന്നു, ആത്മശക്തിയെ നിറച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനമായി നിൽക്കുന്ന ദാസന്മാർ ദൈവസഭയ്ക്ക് നേരെ ഉയർന്നു വരുന്ന എല്ലാ ദുരുപദേശങ്ങളെയും, എല്ലാ കൾട്ടുകളെയും, എല്ലാ തന്ത്രങ്ങളെയും ദൈവം തന്റെ ജനത്തെ കൊണ്ടും മെതിച്ച് കളയുന്ന ഹല്ലേലൂയ രക്തം ചെയ്യും. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഭയപ്പെടുന്നത്? നിങ്ങൾ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞ്, വലിയ സൂത്രങ്ങൾ മെനഞ്ഞ്, വലിയ അധികാരങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ദൈവസഭയ്ക്കെതിരെ അലറി വിളിച്ചു വരാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭയപ്പെടുന്നത്, പ്രാർത്ഥനയെ ഭയപ്പെടുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലാതെ, ദൈവം പ്രസംഗിക്കുന്നതല്ലാതെ, ഞങ്ങൾ എവിടെങ്കിലും വാളെടുത്ത് പോരാടുന്നത്, എവിടെങ്കിലും യുദ്ധങ്ങൾ ചെയ്യുന്നത്, എവിടെങ്കിലും കൊടിപിടിക്കുന്നത്, എവിടെങ്കിലും സമരം നടത്തുന്നത്, ബന്ദ് നടത്തുന്നത്, ഹർത്താൽ ധർണ നടത്തുന്നത്, ഓഫീസുകൾ അടച്ചു പൂട്ടി കല്ലേറ് നടത്തുന്നത്, പൊതുമുതലുകൾ നശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെയൊക്കെ, ഞങ്ങൾക്കൊന്നുമുള്ള ജോലിയല്ല, ഞങ്ങളത് ചെയ്യാറില്ല. ഞങ്ങൾ പൊതു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, പൊതുജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, സകല സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഞങ്ങൾ ഒന്നിനെയും തകർക്കുന്നവരല്ല, ഞങ്ങൾ വളർത്തുന്നവരാ. ഹല്ലേലൂയ. ഞങ്ങൾ ആരെയും തളർത്തുവാനില്ല, എല്ലാവരും വളർത്തുവാൻ ഞങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുധമാണ് ദൈവത്തിന്റെ വചനവും, ദൈവിക ആരാധനയും, ദൈവിക പ്രാർത്ഥനകളും, ദൈവിക സ്തുതികളും, ആത്മാവിന്റെ വചനമാകുന്ന വാളും കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളിവിടെ നിർത്തിയിരിക്കുക. മാനുഷികമായ കരങ്ങൾ കൊണ്ടൊന്നും എടുത്താൽ പോരാടുള്ള ആയുധം ഞങ്ങൾക്കില്ലെന്നേ. അല്ലെങ്കിൽ ഞങ്ങളെ അതിനാ ദൈവം പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്താണ് അപ്പോസ്തലൻ ഇത് പറയാൻ കാരണം? നിങ്ങളിലുള്ള ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, 2 തരം, ഹല്ലേലൂയ സ്തോത്രം, ആത്മാക്കൾ തമ്മിലുള്ള താരതമ്യം മുൻ വാക്യങ്ങളിൽ പറഞ്ഞിട്ട് ഇവിടെ ഹല്ലേലൂയ ദൈവ മനുഷ്യൻ, ലോക മനുഷ്യൻ തമ്മിലുള്ള ഒരന്തരം ചൂണ്ടിക്കാണിക്കുക. 1 യോഹന്നാന്റെ ലേഖനം, ഹല്ലേലൂയ സ്തോത്രം, 4-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവിൻ. എന്റെ ശരിയ, കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മളീ പറയലേ, ഈ കഴിഞ്ഞിടയ്ക്ക് വാർത്തയിൽ നിങ്ങൾ സൂക്ഷിക്കണം, കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്. കുറുവാ സംഘം രാത്രികാലങ്ങളിൽ ഭവനത്തിൽ, പകൽ സമയങ്ങളിൽ ഭവനത്തിൽ വന്ന് മനുഷ്യനെ മാരകമായി മുറിവേൽപ്പിച്ച് വീടുകൾ ആക്രമിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കുറുവാ സംഘത്തെ കുറിച്ച് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അനവധി ഭീകര സംഘടനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞവരെ ഒരു കുറുവാ സംഘമാണ് ഈ കള്ളപ്രവാചകന്മാര്. ഹല്ലേലൂയ സ്തോത്രം. ഏത് മനുഷ്യനെ ആക്രമിക്കവര്, അവരുടെ ലക്ഷ്യം പണമാണ്. അതാണ് പറയുന്നത് സ്തോത്രം. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അപ്പൊ 2 തരം ആത്മാക്കൾ അവിടെ പോരാ. എന്നിട്ട് വചനം പറയാണ്, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും ദൈവത്തിനുള്ളത് ആമേൻ അല്ല.
യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവൊക്കെ ദൈവത്തിനുള്ളതല്ല. വചനം പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു വചനം പറയുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിനുള്ളതാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവരും അതിനെ അങ്ങനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നവരും ഒക്കെ ദൈവത്തിനുള്ളത്. എന്നാൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കാത്തവരും അതിനെ സ്വീകരിക്കാത്തവരും വിശ്വസിക്കാത്തവരും അവർ ദൈവത്തിന് ജനിച്ചവരല്ല. അങ്ങനെയുള്ളവരാണ് വ്യാജ ഉപദേശകന്മാർ. വചനം ഒരിക്കലും നമുക്ക് വായിക്കാം. അല്ലേലൂയ, അല്ലെ സ്തോത്രം. വചനം ഒരിക്കലും നമുക്ക് വായിക്കാം. അല്ലയോ 1 യോഹന്നാൻ 4:2 വാക്യം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിനുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിനുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആത്മാവൊക്കെയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്, അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വരിക തന്നെ ചെയ്യുമെന്ന്. അതാണ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, യേശു എന്ന നാമത്തെ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, യേശു ദൈവമല്ലെന്ന് പറയുന്ന അനവധി വ്യാജ പ്രചരണങ്ങളുമായി കള്ളപ്രവാചകന്മാരടക്കം അനവധി ദുരുപദേശങ്ങൾ കുറുവാ സംഘത്തെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങളെയൊക്കെ തകർക്കുവാനാ ദൈവജനത്തെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിന്നി വഞ്ചിക്കപ്പെടരുത്, ചതിവിൽ അകപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ എന്നിന്റെ മേലുള്ള അഭിഷേകത്തെ നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തിലേക്ക് വരുന്നവനെ നിന്റെ കുടുംബത്തിനകത്ത് കയറ്റുക പോലും ചെയ്യരുത്. അവനുമായി നീ കുശലം പോലും പറയരുത്. അവനുമായി നീ മേശ പങ്കിടരുത്. അവന്റെ ഇരിപ്പിടത്തിൽ പോലും നീ ഇരിക്കരുത്. അവനുമായി സംസർഗം പോലും പാടില്ല. അല്ലേലൂയ. അവനുമായി വാക്കുതർക്കത്തിൽ നീ ഏർപ്പെടരുത്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ജഡത്തിൽ വന്ന ദൈവമല്ലെന്ന് പറയുന്ന സകല ആത്മാക്കളും വ്യാജാത്മാക്കളാണ്. അവരുമായിട്ട് കുശലം പോലും പറയരുതെന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ വായിക്കുന്നത്. അല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഞാൻ ഒരിക്കലും കൂടെ പറഞ്ഞു, കോതമംഗലത്തുനിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. കോതമംഗലത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നല്ല കുടുംബത്തിൽ ജനിച്ചതാണ്, നല്ല ഉന്നത കുടുംബത്തിൽ ജനിച്ചതാണ്, നല്ല പണമുണ്ട്, വീടും ഒക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞ കണ്ടിട്ടില്ല. പക്ഷെ അവർ വലിയ മാനസിക സങ്കടത്തിലാണ്. മക്കളൊക്കെ കൊണ്ട് ഉന്നതമായി ഉയർന്ന നിലയിൽ നല്ല ജോലിയുള്ള ഡോക്ടേഴ്സ് അനവധി ഉള്ള കുടുംബമാണ്. എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല. അങ്ങനെ സമാധാനമില്ലാത്ത ജീവിച്ച ആ സഹോദരി യേശുവിനെ കണ്ടുമുട്ടി. നല്ല ഉന്നത കുടുംബത്തെ യേശുവിനെ കണ്ടുമുട്ടി. യേശു ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായി. യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് അവർ യേശുവിനെ വിശ്വസിച്ച് ചില നാളുകൾ ചില ദൈവസഭകളിൽ കടന്നുപോയി. അല്ലേരി അങ്ങനെ ചില സഭകളിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നിങ്ങൾ യോഹന്നാന്റെ ലേഖനങ്ങളൊന്നും വായിക്കരുതെന്ന്. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലേഖനങ്ങൾ അതൊന്നും നിങ്ങൾ വായിക്കരുത്. അവരെ വിലക്കി. എന്താ അത് വിലക്കാൻ കാരണം? യോഹന്നാൻ എഴുതിയ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളും യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് ഈ സഹോദരി തിരിച്ചറിയാൻ പാടില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളത് വായിക്കരുത്. അപ്പൊ സഹോദരി എന്നോട് പറഞ്ഞു, അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാന്ന് പറഞ്ഞു. അവർ നമ്മളെപ്പോലാണല്ലോ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നമ്മുടെ ബൈബിളാണല്ലോ പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ബൈബിൾ പിടിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. ഈ കറുത്ത വേദപുസ്തകം പിടിക്കുന്ന അനവധി ആളുകളുണ്ട്. ഒരു കണക്ക് പറഞ്ഞാൽ സ്തോത്രം, അല്ലെ സ്തോത്രം, കാത്തലിക് വിഭാഗം ഒഴിച്ച ബാക്കിയുള്ള എല്ലാവരും ഈ കറുത്ത ബൈബിളാണ് പിടിക്കുന്നത്. അപ്പൊ ഈ ബൈബിൾ പിടിച്ചത് കൊണ്ട് വിശ്വാസിയാകണമെന്നില്ല, ഈ ബൈബിൾ ചുമന്നത് കൊണ്ട് വിശ്വാസിയാകണമെന്നില്ല. അതിനകത്തെ ഉപദേശത്തിനകത്ത് നിൽക്കണം, ഉപദേശത്തിനനുസരിച്ച് നിൽക്കണം. വേദപുസ്തക ഉപദേശം ഒരു മതത്തിന്റെ അടിസ്ഥാനം, ഒരു മതത്തിന്റെ പ്രമാണം, ഒരു മതം കെട്ടിച്ചമച്ചതോ ഒരാളുടെ മേൽ ഏൽപ്പിക്കുന്നോ അല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതി തന്ന ദൈവിക പ്രമാണമാണ്, ദൈവത്തിന്റെ ജീവനാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവ ശബ്ദമാണ് വചനം. എഴുതിയ അതിനെ നിഷേധിക്കുന്ന കള്ള പ്രവാചകന്മാർ വ്യാജവേഷധാരികളായി നിന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരോട് നീ അകന്നിരുന്നോണം. പ്രൈസ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, സിംഹത്തെയും അണലിയെയും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അത് ശത്രുവിനെ ചവിട്ടുന്ന, മെതിച്ചു കളയുന്ന അഭിഷേകം നിനക്ക് ആവശ്യം.
നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ട മണ്ഡലങ്ങളെ മുടയ്ക്കണം. നിന്റെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യും, നിന്റെ ആത്മീയ ജീവിതത്തെ ചൂഷണം ചെയ്യും. പലരും നിനക്കെതിരെ വിമർശനമായിട്ട് കടന്നു വരും. അല്ലേരിയ കഴിഞ്ഞിടയിൽ ഒരാളെന്നോട് പറഞ്ഞേ, അല്ലേരിയ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കും, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കത്തില്ലേ എന്ന് ചോദിച്ചു. കമ്മിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി പണിയെടുക്ക് ജീവിക്ക്, പ്ലാസ്റ്റർ എന്നിരിക്കുന്നത്. പ്ലാസ്റ്റർ എന്നതൊക്കെ വിളിക്കാൻ ഒരു ലജ്ജ. അത് പോയി പണിയെടുത്ത് ജീവിക്ക് പ്ലാസ്റ്ററായി. അദ്ദേഹത്തിന്റെ അജ്ഞതയൊന്ന് ഓർത്ത് നോക്കി. ഞങ്ങൾ ആരോട് അദ്ദേഹത്തെ 1 രൂപ പോലും ചോദിച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല, അദ്ദേഹത്തിലേക്ക് ചെന്നിട്ടില്ല. അല്ലേരിയ അദ്ദേഹം പറയാണ് പണിയെടുത്ത് ജീവിക്കാൻ. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഞങ്ങൾക്കൊക്കെ പണിയെടുത്ത് ജീവിക്കാനുള്ള കഴിവും പ്രാപ്തി ആരോഗ്യമൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പണിയെടുത്ത് നന്നായിട്ട് ജീവിച്ചു. ഞാൻ ഒന്നാന്തരം ലോഡിങ്ങുകാരൻ. ടിമ്പർ രംഗത്ത് തടിപ്പണി ചെയ്യുന്ന ലോഡിങ്ങുകാരനായിരുന്നു. നല്ല ആരോഗ്യത്തോടെ തടിപ്പണി ചെയ്ത് നടന്നതാ. അങ്ങനെ പണിയെടുത്ത് നിങ്ങളൊന്നും അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. ഒന്നാന്തരം കടയിൽ ലോഡ് ഇറക്കി 100 കിലോ കിൻഡൽ ചാക്കുകൾ കടയ്ക്കകത്ത് വണ്ടിയിൽ നിന്ന് തലയിൽ ചുമന്ന് കടയ്ക്കകത്ത് കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെഡ് ലോഡ് വർക്കിലും ടിമ്പർ രംഗത്തും ഒക്കെ പണിയെടുത്ത് നല്ല പരിചയമുണ്ട്. പാടത്തും പറമ്പിലും കോറിയിലും ഒക്കെ പണിയെടുത്ത് പരിചയമുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് പണിയെടുക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ പണിയെടുക്കുന്നത് എന്തോ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ടാ. അന്ന് ലോകപ്രകാരം പണിയെടുത്തു, ഇന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി പണിയെടുക്കുന്നു. ഈ ജീവന്റെ വാചനം ഞങ്ങൾ വിളിച്ചു പറയുക, ഈ ജീവന്റെ സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുക, നിത്യതയുടെ സന്ദേശം വിളിച്ചു പറയുക, ഈ രക്ഷയുടെ സന്ദേശം വിളിച്ചു പറയുക. സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചു പറയുക. സകല ജനത്തിന് വേണ്ടി സകല ജനത്തിന് പാപത്തിന് പരിഹാരത്തിന് ക്രൂശിൽ മരിച്ച യേശുവിനെ കുറിച്ച് ഞങ്ങൾ വിളിച്ചു പറയാം. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ജീവന്റെ വചനമാണ്. അങ്ങനെ ഞങ്ങൾ ജീവന്റെ വചനം വിളിച്ചു പറഞ്ഞ് ചിലരൊക്കെ പറയും പോയി പണിയെടുക്കാൻ. അല്ലേ എന്റെ സഹോദരൻ, ഞങ്ങളൊന്നും ആരെയും വേദനിപ്പിക്കാറില്ല, സങ്കടപ്പെടുത്താറില്ല. അല്ലേര് സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. സിംഹവും കരടിയും ബാലസവും പെരുമ്പാമ്പിനെ പോലെ സംസാരിക്കുന്ന, അലറുന്ന, വിഷം ചീറ്റുന്ന, തുപ്പുന്ന അനവധി ശക്തികളുണ്ട്. അതിനെയൊക്കെ ദൈവസഭ വിധിച്ചുകളെ ഞങ്ങളൊക്കെ ഉണർന്നിരുന്ന കൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന സുബോധത്തിന് ആത്മാവില്ല. മദ്യം കുടിച്ചിട്ടും മയക്കുമരുന്നടിച്ച് ലഹരി അടിച്ചിട്ടും കഴിഞ്ഞ രാത്രിയിൽ മദ്യപിച്ച് പോയി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് സ്തുതിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ 24 മണിക്കൂർ സുബോധത്തോടു കൂടി ഇരുന്ന പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഞങ്ങളിൽ പങ്കെടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിരുന്ന പ്രൈസോ. അതുകൊണ്ടാണ് ദൈവസഭ ജീവന്റെ പുതുക്കത്തിൽ നിൽക്കുന്നത്. ദൈവസഭ തഴച്ചു വളരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഈ ദൈവസഭയെ ഭയപ്പെടുന്നത്. ലോകം ദൈവസഭയെ, ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവമക്കളെ ഭയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പാടി ആരാധിക്കുമ്പോൾ, ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അത് ഭവനത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും ഒന്നിച്ച് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തെ പാടി ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഭവനങ്ങൾക്കകത്തുനിന്ന് ഉയരുമ്പോൾ, ഹല്ലേലൂയ, ആലയത്തിനകത്ത് ഉയരുമ്പോൾ അത് കേൾക്കുന്ന പലർക്കും ഭയമാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി, ലോകജനത്തിന് മനസ്സിലായി, ഇവർ അസാധാരണ ശക്തിയുള്ള, അസാധാരണമായ അഭിഷേകമുള്ള, അസാധാരണമായ അഭിഷേകമുള്ള ഒരു വലിയ കൂട്ടമാണ്. അവർക്കെതിരെ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവർ വലിയൊരു ശക്തിയാണ്. ലോകത്തിന്റെ ശക്തി കൊണ്ട്, ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട്, ലോകത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് അവരെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ദൈവസഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പലരും പലതും പറഞ്ഞു നിരത്തും കേട്ടോ. പല ചോദ്യങ്ങളും ഉണ്ടാകുന്നേ. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ യേശുവിന്റെ സുവിശേഷമാണ്, ജീവന്റെ വചനം, നിത്യതയുടെ വചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനമായി പൊതുനിരത്തുകളിൽ പരസ്യയോഗം എന്നൊക്കെ കണ്ടിട്ടില്ലേ? റോഡിൽ മൈക്കുമൊക്കെ വെച്ച് കെട്ടിന്ന് സംസാരിക്കുന്ന ദൈവദാസന്മാരെ. റോഡിന്റെ മുക്കിനും മൂലയിലും ഗ്രാമങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ചെന്ന് ചേരികൾ തോറും വീട് അല്ലെങ്കിൽ കുടിലുകൾ തോറും ഗ്രാമങ്ങൾ തോറും കടന്നുപോയി വാഹനങ്ങളും കാറുകളിലും ബൈക്കുകളിലും ഒക്കെ നടന്നുമൊക്കെ പോയി ഈ ഉച്ചഭാഷയുടെ ദൈവവചനം വിളിച്ചു പറയുന്ന ദൈവദാസിദാസന്മാരുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ കേരളത്തിൽ നോക്ക്, ഞങ്ങളുടെ ഭാരതത്തിൽ നോക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് എന്തിനാ പറയുക? നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ, നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. നിന്റെ മേലുള്ള സിംഹത്തിന്റെ ശക്തി, അണലിയുടെ അഭിഷവും
പെരുമ്പാമ്പിന്റെ ശക്തിയും ബാലസിംഹത്തിന്റെ ശക്തിയും മാറ്റിക്കളഞ്ഞിട്ട് ലോകശക്തിയിൽ നീ വിടിവിക്കപ്പെട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൽ നീ പുറത്തു വന്ന് നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നോട് പറയുന്ന ജീവന്റെ വചനം അത്. ലേലിയ അതാരും മുറിപ്പെടുന്നല്ല, സ്നേഹത്തിന്റെ വചനം. യേശു സ്നേഹമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, യേശു സ്നേഹമാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം നിലനിൽക്കുന്ന ലോകത്തിന്റെ സകല ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്, ഈ ലോകത്തിലെ സകല ജനത്തിന്റെ നിലനിൽപ്പ് ദൈവമക്കളുടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ നിഷേധിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നീ നിലനിൽക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ദൈവഭൂമി നശിപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. രക്തക്ഷയം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം അവരുടെ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അമേരിക്കയിൽ തീയോടുകൂടി വലിയ കൊടുങ്കാറ്റ്, മനുഷ്യൻ ചിതറി ഓടുകയാണ്, ഭയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് അനേക വീടിന്റെ മേൽക്കൂരകൾ കാറ്റ് പറത്തിക്കൊണ്ടു പോകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അമേരിക്കയിലെ ദൈവ സാന്നിധ്യം അയക്കണം, അമേരിക്കയിലെ ദൈവപ്രവർത്തി അയക്കണമേ. എന്തുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ വന്ന ദൈവനാമത്തിനും ദൈവസഭയ്ക്കും വിരുദ്ധമായി നിൽക്കുന്ന ചില സിംഹവും കരടിയും ബാലസിംഹവും പെരുമ്പാമ്പും അവിടെ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ആരാധിക്കുന്നവരെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ദൈവം ആരെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം അവിടെ വെളിപ്പെടാം. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ശാന്തമാക്കും. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നേ, സുവിശേഷം എന്ന് പറയുന്നത് ലോക ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. സുവിശേഷം വിരോധമായി നിൽക്കുന്ന സകല ശത്രുവിനെ ദൈവം തകർക്കും. ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മളൊക്കെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ, ഒരു ക്രിസ്ത്യ സഹോദരി, ഒരു ക്രിസ്ത്യൻ കുടുംബം ഒരു ദേശത്ത് നിന്നൊരു വീടെടുത്ത് താമസമാക്കി വാടകയ്ക്ക്. അപ്പൊ ആ വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടില് എന്നും രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ എന്നും വൈകിട്ടും രാമയും പാട്ടും പ്രാർത്ഥനയും ആരംഭിച്ച ആ കുടുംബത്തിനകത്ത് പ്രാർത്ഥന വന്നു കഴിയുമ്പോൾ അയൽ വീട്ടിലുള്ള ആ ഒരു ഒരാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പം ദൈവമക്കൾ ചെന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. ആ ദേശത്തിന് വേണ്ടി പാട്ടുപാടി ആരാധിച്ച് ദൈവത്തെ അയൽ വീട്ടിലെ ഒരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ റേഡിയോ മൈക്ക് വളരെ ശബ്ദത്തിലിട്ടു. ഹല്ലേലൂയ. ടി വി ആണെ ഓളിയും കൂട്ടുന്നു ചിലര്. ഹല്ലേലൂയ. ചിലരാണ് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നു. ചിലരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ വന്നിട്ട് ഹല്ലേലൂയ കലവിലയുണ്ടാക്കി പടക്കമൊക്കെ പൊട്ടിക്കുന്നു, പാട്ടുകളൊക്കെ അടിക്കുന്നു. ഹല്ലേലൂയ. എന്താ അവർ ഭയപ്പെടുക? ഞങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് ഒരുപാട് ആരോപണങ്ങൾ വന്നു. ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, അവരെന്താ ചെയ്യുന്ന? അപ്പൊ ചോദിച്ച വ്യക്തിയോട് ഈ കേട്ട വ്യക്തി പറഞ്ഞു, ഒരു പാത്രം എടുത്ത് അതിൽ കൈകൊണ്ട് ഒരു അടിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, അവരെ കൊട്ടിപ്പാട്ടുകാരാന്ന് പറഞ്ഞു. ലേരിയ. ഞങ്ങൾ ദൈവമക്കളാണ്, വിശ്വാസികളാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ പറഞ്ഞില്ല. ഞങ്ങളൊരു പരിഹാസം. അല്ലേരിയ. ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെയൊക്കെ മറുപടി അയച്ചിട്ടുണ്ട്. അല്ലേരിയ. അത് ദൈവമക്കൾ പാടി ആരാധിക്കുന്ന, ദൈവമക്കൾ പാടി സ്തുതിക്കുന്നത് കാണുമ്പോൾ അവർക്കെതിരെ നീ വടിവാളുമായിട്ട് എഴുന്നേറ്റാൽ, അവർക്കുമായി നീ കുറുവാടിയുമായി എഴുന്നേറ്റാൽ, അവരെ തർക്കം നീ വന്നാൽ ദൈവം നിനക്ക് നേരെ എഴുന്നേക്കും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, തലമുറ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ അശുദ്ധമായ ജീവിതം വിട്ടുവോ, നിന്റെ അശ്ലീലമായ ജീവിതത്തെ വിടിക്കും, നിന്റെ മദ്യത്തെ മയക്കിൽ വിടിവിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ, നിത്യജീവൻ ഉണ്ടാകുമോ, നിത്യജീവന്റെ വാചനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലേ, ഇത് മതപരിവർത്തനമൊന്നും അല്ലെന്നേ. ഇത് മതപരിവർത്തനം, ഞങ്ങൾ ആരും മതപരിവർത്തനം നടത്താറില്ല. ഞങ്ങളെല്ലാം മതത്തെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ മതക്കാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. മതപരിവർത്തനം ഞങ്ങൾ നടത്താറില്ല. മനസ്സിന് പരിവർത്തനം വരണമെന്നാണ് പറയുന്നത്. മനസ്സിന് പരിവർത്തനം വന്നാൽ നീ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. അല്ലാതെ ജനം പറയുന്ന പോലെ മതപരിവർത്തനം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന ശുശ്രൂഷയല്ല ഇത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തെ തകർക്കാൻ നിൽക്കുന്ന ശത്രുവിന്റെ തലയെ നീ വെതിച്ചു കളയും. നിന്നെ ചോദ്യം ചെയ്യുന്ന, നിന്റെ കുടുംബത്തെ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാനുള്ള അധികാരം ഈ 2025 ദൈവം കൈമാറുക. ചില കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, ചില വ്യക്തികളോട് പറയട്ടെ, ദൈവം നിന്നെ ഈ വർഷം ശക്തമായിട്ട് ഉപയോഗിക്കും.
നീ കാണാത്ത, നീ കേൾക്കാത്ത ചില പ്രവൃത്തികൾ, നീ അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നിന്നിലൂടെ ചില പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ മേലുള്ള അഭിഷേക ദിവസങ്ങൾ ജ്വലിക്കാൻ പോവുകയാണ്. നിന്റെ മേലുള്ള കൃപ വർദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് വലിയൊരു മാറ്റം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ നിന്നെ നിറച്ച് പ്രവചനാത്മാവിൽ ദൈവം നിന്നിലൂടെ ചില ദൂതുകൾ പറയാൻ പോവുകയാണ്. കാരണം കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിരിക്കുന്നു. കുറുവ സംഘത്തെ പോലെ കള്ളപ്രവാചകന്മാർ ആരെയും തകർക്കുവാൻ കള്ള ഉപദേശങ്ങളുമായി ഉപദേഷ്ടന്മാർ എഴുന്നേറ്റിട്ടുണ്ടെന്ന്. അതിനെ പ്രാർത്ഥിക്കണമെന്ന്, അതിനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ദൈവമക്കൾ എന്ന് പറയുന്നത് അവർ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരാ. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ ഈ വീടിന്റെ ചുറ്റും കിടന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുക. ഇവർക്ക് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കഴിയാതെ സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജിക്കുക. ഹല്ലേലൂയ. അതെ, അങ്ങനെയൊക്കെ അന്ന് പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് കേട്ടോ. ദൈവത്തെ പാടി ആരാധിക്കുന്ന ദൈവമക്കളെ ഭവനത്തിന് ചുറ്റും പാട്ടയടിക്കുക, കൊട്ടുക, ചീത്ത വിളിക്ക്, തെരുവ് പടക്കം പൊട്ടിക്കുക, ടി വി വച്ചേ വെക്കുക, ഭയങ്കര വിമർശിക്കുക, കളിയാക്കുക, കൂവുക. അങ്ങനെയുള്ള അണലിവിഷം ചീറ്റുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ള ബാലസിംഹങ്ങൾ, പെരുമ്പാമ്പിനെ ദൈവം വിധിച്ചു കളയുവാൻ വേണ്ടിയിട്ടാണ് ദൈവമക്കളെ അഭിഷേകത്തെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്ന സന്തോഷമാണ്. ഞങ്ങൾ ആരും തെരു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ റോഡിനെ പുതുമുക്കിലൊക്കെ വിളിച്ചു പറയുന്ന സുവിശേഷം, ഈ കൺവെൻഷനൊക്കെ വിളിച്ചു ഞങ്ങൾ എവിടെയെങ്കിലും അസഭ്യമായ വാക്കുകൾ ചീത്തയെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ചീത്ത വിളിച്ചു പറയാനല്ല, അസഭ്യം വിളിച്ചു പറയാനല്ല ഞങ്ങളെ ദൈവം വിളിച്ചത്. സ്നേഹത്തിന്റെ വചനം, നിത്യജീവന്റെ വചനം, മാനസാന്തര വചനം വിളിച്ചു പറയാനാ. എന്നാൽ നിങ്ങൾ ഒരു കൂട്ടം ജനത്തെ കണ്ടില്ല. അവർ രാവിലെ പണിക്കിറങ്ങി പോകുന്നു, വൈകിട്ട് അല്ലെങ്കിൽ പണി കഴിഞ്ഞോ പണിയില്ലാതെ പൊതുനിരത്തിൽ വന്ന അശുദ്ധമായ അസഭ്യമായ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് പൊതുജനത്തിന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ യാത്രകളെ തടസ്സപ്പെടുന്ന അസഭ്യ വാക്കുകൾ പുലമ്പുന്ന അനവധി അണലി വിഷം ചീറ്റുന്ന അനവധി ആളുകളെ നിങ്ങൾ റോഡിലും പരിസരത്ത് കണ്ടിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടോ? ഞങ്ങൾ അങ്ങനെ പറയത്തില്ലെന്നേ. ഞങ്ങൾ നിങ്ങളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, നീ അനുഗ്രഹിക്കപ്പെടണം, നീ ശാപത്തിന് പുറത്തു വരണം, പാപത്തിന് പുറത്തു വരണം, നിന്റെ വ്യാപരിക്കുന്ന മാരകമായ രോഗത്തിന് പുറത്തു വരണം, നിന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന ഇരുളിന്റെ അതിന് നീ പുറത്തു വരണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് സകല ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോളം വലുതൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഏറ്റവും വലിയ സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമാണ്, യേശുവിന്റെ സ്നേഹമാണ്. കാൽവരി ക്രൂശിൽ ജീവൻ തന്ന അതിനെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. പാപികളായിരുന്ന, ദോഷികളായിരുന്ന, ദൈവത്തിന് അകന്നുപോയ, ദൈവത്തിനും ദൈവസഭയും വിരോധമായി നടന്നിരുന്ന, ആശപ്പം പുലമ്പിക്കൊണ്ടിരുന്ന, ദൈവമക്കളെ ആക്രമിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും കൊന്നു കളഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് ഇന്നൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം നമുക്ക് അങ്ങനെ ആ സഹോദരിക്ക്, ആ ക്രിസ്ത്യ കുടുംബത്തിന് അയൽവക്കത്തോ പ്രശ്നം ഒരു സിംഹം ഗർജിക്കുന്ന പോലെ തോന്നിയവർക്ക്. പക്ഷെ അവർ ഭാരപ്പെട്ടില്ല. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ഉപവസിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബക്കാരെ കാണുമ്പോൾ സ്നേഹത്തിന്റെ വചനം, നിത്യജീവന്റെ വചനം, പ്രത്യാശയുടെ വചനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. കാലങ്ങൾ കഴിയും മുമ്പേ ആ സിംഹം ഗർജിച്ച് നിന്നതുപോലെയുള്ള വ്യക്തി കുഞ്ഞാടിനെ പോലെ സഭയ്ക്കകത്ത് വന്നു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദവിച്ചു, പശ്ചാത്തപിച്ചു, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചു. താമസിയാതെ അഭിഷേകത്തെ നിറയപ്പെട്ട് കർത്താവിനെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഞങ്ങളും ഹല്ലേലൂയ തിരുവായ്ക്കെതിരോ പറയുന്നു പറഞ്ഞല്ലോ, ഞങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ, തർക്കുത്തരം പറഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ എതിരായിട്ട് നിന്നിരുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര നിങ്ങൾ ആരും ഇന്ന് ഈ സന്തോഷം അനുഭവിക്കത്തില്ലായിരുന്നു. പലർക്കും ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്നവർ സ്നേഹിത ഹല്ലേലൂയ.
ഇവിടെ ദൈവത്തിന് ഇസ്രായേലിൽ നിന്നും ഇസ്രാജനം കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച പീഡകൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഇസ്രാജനം അനുഭവിച്ച വലിയ പീഡകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം മരിക്കുന്ന കാഴ്ച. അങ്ങനെ യഹോവയായ ദൈവം മോശയും അഹ്റോനെയും മിസ്രൈമിലേക്ക് അയച്ച് ഇസ്രായേൽ മക്കളെ അവിടുന്ന് പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മിസ്രൈം വിട്ട് പോന്നെന്ന് പറഞ്ഞപ്പോൾ ഫറവോനും സൈന്യം തിരിച്ചറിഞ്ഞു. അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ പുറകെ വന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 തൊട്ട് വായിക്കുമ്പോൾ ഫറവോന്റെ എല്ലാ കുതിരയെയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസെഫോന് സമീപമുള്ള പീഹാഹീരോത്തിന് അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യൻ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അല്ലേലി ഫറവോന്റെ ശക്തിയും കണ്ടപ്പോൾ ഇസ്രായേലൊക്കെ നിലവിളിക്കുക. പക്ഷെ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമുണ്ട്. ചങ്കൂറ്റത്തോടെ പറഞ്ഞു മോശ. എന്താണ് പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 14-ലേക്ക് ഇവരും കാണുന്നുണ്ട്. 13 തൊട്ട് വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. പറഞ്ഞു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. മോശ ചങ്കൂറ്റത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ മിസ്രൈമിനെ കണ്ട് ഭയപ്പെടണമേ. അല്ലെ, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ ഭയപ്പെടുന്ന ഉറച്ചു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് അത്ഭുതം ചെയ്യും. നിങ്ങൾ ഭയപ്പെടാതെയും മിണ്ടാതെയും. മോശയുടെ വാക്കിന് മുമ്പിൽ യഹോവയായി ദൈവം പ്രവർത്തിച്ചു. സിംഹത്തെയും അണലിയും ചവിട്ടുന്നത് പോലെ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ച് കളയുന്നത് പോലെ ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ ഇസ്രായേലിനെതിരെ കടന്നു വന്ന മിസ്രൈമിയ സൈന്യത്തെ, ഫറവോനി സൈന്യത്തെയും ദൈവം ചെങ്കടലിലെ താഴങ്ങളിൽ മുക്കിക്കളഞ്ഞു. അത് നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ഫറവോനി ശക്തിയെ ദൈവം തകർത്ത് കളയും. ഇന്ന് പകൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവിധ ഭാരങ്ങൾ, പ്രയാസം, സങ്കടങ്ങൾ, ദുഃഖത്തിന്റെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവില് നിന്റെ ആത്മജീവിതത്തെ ചൂഷണം ചെയ്ത് നിന്റെ ആത്മവിശ്വാസത്തെ തകർത്ത് കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ കർത്താവ് വിടുവിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷം, സ്വസ്ഥത ദൈവം നൽകാൻ പോവുക. ഈ 2025 കുടുംബത്തിന്റെ തകർച്ചയെ മാറ്റി നിന്റെ സകല വ്യാധികളെയും ശാപങ്ങളെയും മാറ്റിയിട്ട് ദൈവം നിന്നെ ദേശത്ത് മാനിക്കാൻ പോവുക. വിശ്വസിക്കുന്ന സ്തുതിച്ചാട്ട്. മാരകമായ രോഗങ്ങൾ, കട്ടിലിൽ കിടക്കുന്ന, എഴുന്നേൽപ്പം കഴിയാതെ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം വിടുതലയ്ക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ കടക്കനിയിൽ കിടക്കുന്നവരെ ദൈവം വിടുവിക്കും. ജപ്തി നടപടി നേരിടുന്ന, ജപ്തിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ചില കുടുംബങ്ങൾക്ക് ദൈവം നീതിയുടെ കരം വെളിപ്പെടുത്താൻ പോവുക. അതെ, നീ ചില നിനക്ക് മെതിച്ചു കളയാൻ പോവുക. ദൈവം നിന്നെ ഉയർത്താൻ പോകുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടു കേരളത്തിലും ഭാരതലോക രാജ്യം 800 കോടി ജന തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവ് ചലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തത്തിനും വൃത്തരക്ഷണ യാചകർ, ഓർഫനേജ്, ഓൾഡ് ഏജ് തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, വലിയ രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയും ജനത്തെയും അധികാരികളെയും, കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRP സൈന്യത്തിനായി ക്രമസമാധാന ഫല നിയമ നിർമ്മാണരംഗം നിൽക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ഞങ്ങളുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെ, കർത്താവ് ഫോറസ്റ്റ് എക്സൈസ് വിഭാഗങ്ങളിൽ, ഫയർഫോഴ്സ് വിഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹകരണ വീട്, പുതുമേര, ആരോഗ്യ, സാമ്പത്തിക മേഖല, ആമിനായിരിക്കുന്ന കർത്താവ് എല്ലാ മേഖലയിലെയും കർത്താവ് സ്തോത്രം, എല്ലാ കേന്ദ്രാംശാന ജീവനെയും ബാങ്ക് മേഖലയായിരിക്കുന്ന കർത്താവ് സ്തോത്രം, എല്ലാ കർത്താവ് സ്തോത്രം, ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ, ദുരിതാശ്രമത്തിൽ പ്രവർത്തിക്കുന്നവരെ, കടലോര വാസികൾ, തീരദേശവാസികളെ, സമുദ്രത്തെ ആളുകൾ, ഖനികളിൽ, കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ, ചെറുതുപരിതമായ എല്ലാ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, കർഷക, മെക്കാനിക്, മോട്ടോർ യൂണിയനകത്തായിരിക്കുന്നവർക്കായി എല്ലാ ടൈസോട്ട് ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളെ, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, ശാസ്ത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവരെയും
ഉള്ളിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ല സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വിദേശ രാജ്യം ജോലിക്ക് കടന്നു ഒരു ജോലി ചെയ്യുന്ന മണ്ണാതി കഷ്ടത്തിൽ വേദന നൊമ്പരപ്പെടും, ജോലി നഷ്ടപ്പെട്ട് വിസ കിട്ടുക, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, മദ്യത്തിന് ലഹരിക്ക് അടിപ്പെട്ടവർ, വിദേശ പീഡനം അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നത് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചില ജപ്തി നടപടികൾ നിൽക്കുന്ന വീടുകളിൽ നിന്ന് മക്കൾ വിടിവിക്കപ്പെടട്ടെ. ലോഡുകൾ അടയ്ക്കാൻ വയസ്സില്ല ഭാരപ്പെടുന്നതും പുതുവഴി തുറന്നു കൊടുക്കണമേ. എല്ലേറിയ മഹാവ്യാധിയ രോഗത്താൽ കടന്ന് വിടിവിക്കപ്പെടട്ടെ. ഇന്ന് പകൽ പലരും കർത്താവ് യാമേ ആരോഗ്യസ്ഥിതിക്ക് വിവിധ രോഗങ്ങൾ ടെസ്റ്റിനായി കടന്നു പോകുന്ന ആശുപത്രിയിൽ കടന്നു വരുന്നവർ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മാരകമായ രോഗത്തിന്റെ മരണത്തെ മുഖം കൊണ്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ വിടുതൽ കൊടുക്കട്ടെ. മദ്യത്തിന് മയക്കുവിന് പാനസ് ലഹരിക്ക് അടിപ്പെട്ട് കിടന്ന ജീവിതങ്ങൾ വിടുതലയക്കണമേ. കർത്താവ് സകല അന്ധകാല ശാപത്തിന് പാപത്തിന്റെ കയ്യിൽ നിന്ന്, ലോകശക്തി ദുരുപദേശകന്മാരുടെയും ദുരിത ശക്തികളുടെ കയ്യിൽ നിന്ന്, എല്ലാ തീവ്രവാദ ഭീകര വർഗീയവാദികളിൽ നിന്നും, എല്ലാ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ഈ ജനം പിടിപ്പിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യാശയുള്ള തിരുവഞ്ഞകൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ദൈവസഭയെ ദൈവമക്കളെ തകർക്കുന്ന എല്ലാ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും മാറിപ്പോകട്ടെ. ദൈവജനം ദൈവസഭ അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ. ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ കർത്താവ് ടൗണുകളിൽ ഞങ്ങളുടെ രാജ്യത്ത് സംസ്ഥാന സമാധാനത്തിന് ദൃശ്യം ലോക രാജ്യങ്ങൾ സമാധാനത്തിന് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാതെ സ്നേഹത്തോടു കൂടിയായിരിക്കാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എവിടെ സമാധാനം കർത്താവ് ഞങ്ങൾ അമേരിക്കയുടെ പ്രാപ്തിയോടുകൂടി വലിയ ചുഴലിക്കൊണ്ട് കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ പല നഷ്ടങ്ങളും ജീവകാരി സംഭവിക്കുമ്പോൾ അമേരിക്കയോട് ദൈവം കരുണ കാണിക്കണമേ. അവിടുത്തെ ജനത്തോട് ദൈവം സഹിഷ്ണുത കാണിക്കണം, മാനസാന്തരം കൊടുക്കണമേ. ദൈവ സാന്നിധ്യത്തോടെ പേര് അയക്കണമേ. ശാന്തത അമേരിക്കയിൽ പകരം ഞങ്ങൾ ദഹിക്കുന്നു. അമേരിക്ക സംരക്ഷണമായി വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ജനത്തിന് വിടുതലായി പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്ത് കൊടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.